അന്ന് രാവിലെ 5-ാമത്തെ പ്രാവശ്യം അവൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് സ്ക്രോൾ ചെയ്തു. ഒരു ഫ്രണ്ടിൻ്റെ ജിമ്മിലെ സെൽഫി അത് കണ്ട് മനസ്സിൽ പറഞ്ഞു, ഹൗ എന്താ ഒരു ഷേപ്പ്. പിന്നെ സ്ക്രോൾ ചെയ്തപ്പോൾ വേറെ ഫ്രണ്ടും ഫാമിലിയും തായ്ലൻഡിൽ വെക്കേഷൻ ആഘോഷിക്കുന്നു. വീണ്ടും സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊമോഷൻ പോസ്റ്റ്, വേറെ പോസ്റ്റിൽ ഒരു ഫ്രണ്ടിൻ്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോയും വീഡിയോസും. അവൾ എണീറ്റ് പോയി കണ്ണാടിയിൽ നോക്കി. താൻ ചെറുതായ പോലെ തോന്നി അവൾക്ക്. അവൾ മനസ്സിൽ പറഞ്ഞു, എന്നേക്ക് എന്തിനു കൊള്ളാം. പരിചയമുണ്ടെങ്കിൽ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളും മറ്റാരുടെയെങ്കിലും ലൈഫ് കണ്ടിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും, അവൻ്റെയൊക്കെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവളുടെയൊക്കെ ഒരു ലൈഫ് ഇല്ലേ. കമ്പാരിസൺ ഇസ് ദ തീഫ് ഓഫ് ജോയ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ സന്തോഷം തട്ടിയെടുക്കുന്ന കള്ളനാണ് താരതമ്യമെന്ന്. അപ്പോൾ ഈ താരതമ്യം നമ്മുടെ സന്തോഷത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നും എങ്ങനെ ഈ താരതമ്യം ചെയ്യുന്ന നിർത്താമെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതെന്ന്? കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള ആദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് പരിചിതമായ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ. എന്താണ്? അവനെ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുകയും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, നീയൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ടില്ല ആ കുട്ടി എന്ത് നന്നായി ഡാൻസ് ചെയ്യുന്നത്, നിനക്ക് ആ ഒരു കഴിവുമില്ല. കുറച്ച് വലുതായാൽ നിൻ്റെ അത്ര വേണ്ട ഓരോ ചെക്കന്മാരും അധ്വാനിച്ച് കുടുംബം പോറ്റുന്നത്, നീ ഇപ്പോഴും ഇങ്ങനെ കളിച്ച് നടന്നു അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു. കേട്ടിട്ടുണ്ടോ ഇതിലേതെങ്കിലും ചോദ്യം? താരതമ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല. സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ പോകാം. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ റീലായിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഹൈലൈറ്റ് മാത്രമാണ് അല്ലേ. ഒരിക്കലും ബിഹൈൻഡ് ദ സീൻ ആരും പോസ്റ്റ് ചെയ്യില്ല. അതുപോലെ തായ്ലൻഡിലോ മാൽദീവ്സിലോ ലോകത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ഒരാൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവർ എത്ര രൂപ ലോൺ എടുത്തിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കാർഡിൽ എത്ര കടമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ചിലരുടെ പോസ്റ്റിൽ 6 പാക്ക് ആപ്സ് കാണും. അവർ 2 മണിക്കൂർ ഡെയിലി കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഇഷ്ടപ്പെട്ട ബിരിയാണി തിന്നായിരിക്കും നമ്മൾ കാണുന്നില്ല. ഒരു ലഡു തിന്നാനോ ഐസ്ക്രീം തിന്നാനോ കൊതിച്ചിട്ട് തിന്നാൻ കഴിയാത്തതിലുള്ള മെൻ്റൽ പ്രഷർ നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇവരുടെയൊക്കെ പുഞ്ചിരികളും പ്രൗഡായിട്ടുള്ള പോസ്റ്ററുകളും മാത്രമേ കാണുന്നുള്ളൂ. ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷമുള്ള ബ്രേക്ക് ഡൗൺ നമ്മൾ കാണുന്നില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ എഡിറ്റ് ചെയ്യാത്ത റോ ഫൂട്ടേജാണ് മറ്റുള്ളവരുടെ എഡിറ്റ് ചെയ്ത് ഫിൽറ്റർ ഇട്ട് BGM ഇട്ട ഫൂട്ടേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി കമ്പാരിസൻ്റെ അപകടങ്ങൾ പറയാം. താരതമ്യം നിങ്ങളെ ലൈഫിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുവെന്ന്. ഒന്നാമത്തേത്, അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ കഴിവുകളിലും നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലുമുള്ള നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്നു. രണ്ടാമത്തേതാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് നോക്കി നിൽക്കുന്നു. അടുത്തത് സെൽഫ് ഡൗട്ടും അതിനൊപ്പമുള്ള നീരസവുമാണ്. എനിക്കെന്താണ് ആപ്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ചോദിക്കും, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആയില്ല, അല്ലെങ്കിൽ എനിക്കെന്താണ് അതല്ലാത്തത് അല്ലെങ്കിൽ ഇതില്ലാത്തത് എന്ന്. ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഉപരി നിങ്ങളെ തന്നെ, നിങ്ങളുടെ യാത്ര തന്നെ മറന്നു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്കി നടുവേർപ്പെടുന്ന ആ വ്യക്തി, ആൾ നിങ്ങളെ ലൈഫ് ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ച വേദനയിൽ കൂടി പോയിട്ടുണ്ടോ? നിങ്ങളുടെ സ്ട്രഗിൾസിൽ കൂടി ആൾ പോയിട്ടുണ്ടോ? നിങ്ങളുടെ അതേ കഥയാണ് അവർക്ക്? അല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ലൈന്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ്സ് അവരുടെ പോലെ ആകുക? ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല, നേരത്തെയോ അല്ല. നിങ്ങൾ ഈ സമയത്ത് എത്തേണ്ടത് എവിടെയാണോ ആ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ചില പൂക്കൾ കണ്ടിട്ടില്ലേ? ചിലത് മഴക്കാലം വന്നാലാണ് പൂക്കുക. പണ്ട് ഞാൻ ചെറുതാകുമ്പോൾ ഞങ്ങളുടെ തറവാട്ട് വീടിൻ്റെ തോട്ടത്തിൽ ഫസ്റ്റ് മഴ പെയ്താൽ അല്ലെങ്കിൽ ഇടിമഴയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ആ ഫസ്റ്റ് ഇടിമഴ ഉണ്ടാക്കുന്ന ആ ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ചെടി വളർന്നു വരും. ഒരു തണ്ടിൽ വലിയൊരു പൂവൊക്കെ ആയിട്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഭൂമിക്കടിയിൽ കിടക്കുന്ന ഒരു കിഴങ്ങിൽ നിന്നാണ് ആ ചെടി പൊട്ടി മുളയ്ക്കുന്നത്. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയും. വേറെ ചില പൂവുകൾ നല്ല വേനൽക്കാലത്താണ് പൂക്കുക. നമ്മൾ കൊന്നപ്പൂ കണ്ടിട്ടില്ലേ? വിഷു ആകുമ്പോഴത് പൂക്കുക. കറക്റ്റായിട്ട് ആ സമയമാകുമ്പോൾ അത് പൂക്കും. അതുപോലെ എല്ലാ പൂക്കളും പൂക്കും, വിരിയും അവരുടെ സമയമാകുമ്പോൾ, പൂക്കേണ്ട സമയമാകുമ്പോൾ. ഞാനൊരു സംഭവം പറയാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചൈനയിലുണ്ടാകുന്നൊരു മുളമുണ്ട്. നമ്മളെ മുളമരമല്ലേ, ബാമ്പു. അത് 5 കൊല്ലമാണ് പൂർണ്ണ വളർച്ച എത്താൻ മരം എടുക്കുക. പക്ഷേ ആദ്യത്തെ 4 കൊല്ലം മണ്ണിൻ്റെ മുകളിലേക്കൊന്നും കാണില്ല. പക്ഷേ 5-ാമത്തെ കൊല്ലം പെട്ടെന്നൊരു ദിവസം മുളച്ചു പൊങ്ങി ആ ഒരു കൊല്ലത്തിൽ ഏകദേശം 28 മീറ്ററോളം ഉയരം വയ്ക്കും. ആ വളരാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള 4 കൊല്ലം അത് എന്ത് ചെയ്യായിരുന്നു? അത് വേരുകൾ ഉണ്ടാക്കുകയായിരുന്നു, അത് ബലപ്പെടുകയായിരുന്നു, സ്വയം സ്ട്രോങ് ആവുകയായിരുന്നു, വിജയത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. നിങ്ങളും ആ വേരുണ്ടാക്കുന്ന സമയത്തിലൂടെ ആവും ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മറ്റുള്ളവരുടെ വിളവെടുപ്പുമായി താരതമ്യം ചെയ്യാതിരിക്കുക. ഇനി ഈ താരതമ്യ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയാം. ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തേത്, നിങ്ങളെ എക്സ്പോഷർ കുറയ്ക്കുക.
നിങ്ങൾ പോരാ, നിങ്ങൾക്കൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ സ്ഥിരമായിട്ട് തോന്നുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫൈലുണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അൺഫോളോ ചെയ്യുക. അടുത്തതാണ് നിങ്ങളെ കമ്പയർ ചെയ്യാതെ, സ്വയം ചോദ്യം ചെയ്യാതെ മറ്റുള്ളവരെ ആഘോഷിക്കുക, മറ്റുള്ളവരുടെ വിജയങ്ങൾ ആഘോഷിക്കുക. ഓർക്കുക, അവരുടെ വിജയം നിങ്ങളുടെ തോൽവിയല്ല. എല്ലാവർക്കും തിളങ്ങാനുള്ള ഇടമുണ്ട്, അവസരമുണ്ട്. മൂന്നാമത്തെയാണ് നിങ്ങളുടെ വളർച്ച ട്രാക്ക് ചെയ്യുക. നിങ്ങളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതിന് പകരം പഴയ നിങ്ങളുമായി അല്ലെങ്കിൽ ഒരു കൊല്ലം മുന്നേയുള്ള അല്ലെങ്കിൽ 5 കൊല്ലം മുന്നേയുള്ള നിങ്ങളുമായി കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. നിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അതാ ശരിക്കുള്ള പുരോഗതി. അടുത്തതാണ് നിങ്ങൾ കൃതജ്ഞതയിൽ അല്ലെങ്കിൽ നന്ദിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ നന്ദിയുള്ളവരാക്കുന്ന 3 കാര്യങ്ങൾ ദിവസം എഴുതി വയ്ക്കുക. അത് നിങ്ങൾക്കുള്ള കുറവിനെ മാറ്റി നിങ്ങൾക്കുള്ള സമൃദ്ധികൾ, അനുഗ്രഹങ്ങൾ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അവസാനത്തേതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സൃഷ്ടിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടന്റുകളാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ദിവസവും സമയം കൊല്ലുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ കണ്ടന്റ് കാണട്ടെ, അതല്ല ഹീറോയിസം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം, നിങ്ങൾ ഒട്ടും പിറകിലല്ല. നിങ്ങൾക്ക് എവിടെയും ഒന്നും നഷ്ടപ്പെട്ടില്ല. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാരും നടക്കാത്ത പാതയിലൂടെയാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് അല്ലെങ്കിൽ എങ്ങനെ ആവുമെന്നും ആർക്കും പറയാൻ പറ്റില്ല, ആർക്കും നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും ലൈഫായിട്ട് കമ്പയർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ എൻ്റെ പൂന്തോട്ടം തന്നെയാണോ നനയ്ക്കുന്നത് അല്ലെങ്കിൽ വല്ലവൻ്റെയും തോട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ എന്ന്. നിങ്ങളുടെ കഥ മനോഹരമാണ്. നിങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വേഗത പെർഫെക്റ്റാണ്. ഒരു ദിവസം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കും. നിങ്ങളാകാനല്ല, നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിലും എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല പതിപ്പാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. ഓർക്കുക, ആകെ ഒരാളെ പോലെ മാത്രം നിങ്ങളെ കമ്പയർ ചെയ്യുക. അയാളെക്കാളും നല്ലതാവണമെന്ന് ആഗ്രഹിക്കുക. അതാരാന്നറിയോ? ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങൾ, ദ പേഴ്സൺ യു വർ യെസ്റ്റർഡേ. അപ്പോൾ ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഹൃത്തിന് അയച്ചു കൊടുക്കൂ. ഈ യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ ലൈക്കും കമൻറ്റും വേണത്രേ. അപ്പോൾ അതും കൂടി ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.